ഇനി നിങ്ങൾ ഒരു നിമിഷം ഓർത്തു നോക്കൂ. ഇവിടെ സഹോദരിമാരെ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അതികാലത്ത് ഇറങ്ങിപ്പോരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൾ എന്നോട് ചോദിച്ച ചോദ്യം എപ്പോഴാ വരിക എന്ന് ചോദിച്ചു. സ്നേഹനിർഭരമായ പ്രതീക്ഷയോടുകൂടിയ, പ്രത്യാശയോടുകൂടിയ, ഒപ്പം പ്രാർത്ഥനയോടുകൂടിയ ഒരു ചോദ്യമാണ്. നിങ്ങളുടെയൊക്കെ ഭാര്യമാർ നിങ്ങളോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, എപ്പോൾ വരുമെന്ന്. മദ്യപാനികളുടെ ഭാര്യമാർ ഒഴിച്ച് മൂക്കറ്റം കുടിച്ച് കലങ്ങിയ കണ്ണുകളും നാറുന്ന വായ മുഴുവൻ തെറിവാക്കുകളുമായി ആടിക്കുഴയുന്ന കൈകാലികളുമായി രാക്ഷസനെപ്പോലെ വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന് വാതിൽ തുറന്നു കൊടുക്കുവാൻ വേണ്ടി നടന്നു പോകുന്ന ഒരു പെണ്ണിന്റെ ഹൃദയവികാരം അളക്കുവാൻ ജീവകാരുണ്യത്തിന്റെ കണിക ബാക്കി നിൽക്കുന്നവർക്ക് സാധ്യമല്ല. എന്നാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് എന്റെ സഹോദരിമാർ ഈ ജീവിത ദുരന്തം അനുഭവിക്കുന്നവരാണ്. നമ്മുടെ കുട്ടികൾ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉപ്പാ എന്ന് വിളിച്ചോടി വരും. ചിലപ്പോൾ മുത്തം തരും, ചിലപ്പോൾ ആലിംഗനം ചെയ്യും. ഹസ്തദാനം ചെയ്യാതെ എന്റെ കുട്ടികൾ എന്റെ വീട്ടിലേക്ക് കടത്താറില്ല. സ്നേഹനിർഭരമായ സ്വീകരണമുണ്ട്. ഏത് പ്രയാസത്തോടുകൂടി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശ്വാസത്തിന്റെ ഒരു സംഭവമാണ്. എന്നാൽ നിങ്ങൾ ഓർത്തു നോക്കൂ, സ്വന്തം അച്ഛന്റെ പിതാവിന്റെ വരവിൻ കാലൊച്ച കേൾക്കുമ്പോൾ കട്ടിനിടയിൽ പോയി ഒളിക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യ മക്കളല്ലേ, മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ കേരളത്തിലുള്ളത്. ഈ ലക്ഷക്കണക്കിന് സഹോദരിമാരെ കണ്ണീരിൽ കുതിർന്ന, ലക്ഷക്കണക്കിന് പിഞ്ചു മക്കളുടെ ഹൃദയനിശ്വാസം കലർന്ന, അതിൽ നിന്ന് പിരിച്ചെടുത്ത പണമല്ലേ കേരളത്തിന്റെ വരുമാനത്തിന്റെ 10%. അത് തിന്നുകയും തീറ്റുകയും ചെയ്യുന്ന ഈ വ്യവസ്ഥ മാറേണ്ടതല്ലേ? ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു, മാറണം, മാറ്റണം, തകരണം, തകർക്കണം, പൊളിക്കണം ഈ വ്യവസ്ഥ. കേരളത്തിൽ ഇപ്പോൾ ടൂറിസം വികസനത്തിന്റെ കാലമാണ്. ഏറ്റവും വലിയ വ്യവസായം ടൂറിസം വ്യവസായമാണ്. ടൂറിസം വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. കോവളത്തെയും തിരുവനന്തപുരത്തെയും തൃശ്ശൂരെയും എറണാകുളത്തെയും കോഴിക്കോട്ടെയും വലിയ ഹോട്ടലുകളിൽ കേരളത്തിലെ പെൺകുട്ടികൾ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനും ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും വരുന്ന എയ്ഡ്സ് ബാധിതരും അല്ലാത്തവരുമായ തെമ്മാടികൾക്ക്, വ്യഭിചാരികൾക്ക് കേരളത്തിലെ പെൺകുട്ടികളെ വ്യഭിചരിക്കാൻ കൊടുത്ത് അതിന്റെ പണം നികുതിയായി വാങ്ങി അത് തിന്നുകയും തീറ്റുകയും ചെയ്യുന്ന ഈ നാറിയ ഈ വേശ്യാലയ വ്യവസ്ഥ, കൂട്ടിക്കൊടുപ്പ് വ്യവസ്ഥ മാറണോ മാറണ്ടയോ? ജമാഅത്തെ ഇസ്ലാമിക്ക് അല്പം പോലും പ്രയാസമില്ല. ഈ വ്യവസ്ഥ മാറണം, മാറ്റണം എന്ന് പറയുന്ന അല്പം പോലും പ്രയാസമില്ല. നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ മാറി നിൽക്കൂ, പക്ഷെ പറയുന്നവരെ തെറി പറയാതിരിക്കും. ബോംബെയിലെ കൽക്കത്തയിലെ ചുവന്ന തെരുവുകളിൽ 70,000 പെൺകുട്ടികളുടെ പച്ചമാംസം വിറ്റ് കിട്ടുന്ന പണം തിന്നുകയും തീറ്റുകയും ചെയ്യുന്ന ഈ രാജ്യത്തിന് വ്യവസ്ഥ മാറണോ മാറണ്ടയോ? ഇന്ത്യയുടെ സമ്പത്തിന്റെ 75% ടാറ്റ, ബിർള, ഹിന്ദുജ, അഹൂജ, സിംഗാനി, അംബാനി, റിലയൻസ് എന്ന 72 പ്രഭു കുടുംബങ്ങളിൽ കറക്കപ്പെടുമ്പോൾ 40% ജനങ്ങൾ ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ പെട്ടുഴരുന്ന ഈ സാമൂഹ്യ സാമ്പത്തിക അസമത്വത്തിന്റെ വ്യവസ്ഥ മാറണോ മാറണ്ടയോ? ടാറ്റയെ പോലെ വൻ മുതലാളിക്ക് കേരളത്തിന്റെ 1 ഏക്കർ ഭൂമി 1 രൂപയ്ക്ക് പാട്ടത്തിന് കൊടുക്കുമ്പോൾ 1 ഇഞ്ച് ഭൂമി തലയായിക്കാൻ 1 ഇഞ്ച് ഭൂമിയില്ലാത്ത മനുഷ്യർക്ക് 1000 രൂപയ്ക്ക് പോലും 1 ഏക്കർ ഭൂമി കൊടുക്കാത്ത ഈ കിരാതമായ വ്യവസ്ഥ മാറണോ മാറണ്ടയോ? ഇവിടുത്തെ വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് തൊട്ട് സ്കൂൾ ഹെഡ്മാസ്റ്റർ തൊട്ട് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരെയും പരീക്ഷയുടെ കണക്കെഴുതാൻ, എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പരീക്ഷയുടെ കണക്കെഴുതാൻ നിർബന്ധിതമാക്കുന്ന ഈ പരീക്ഷ അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥ മാറണോ മാറണ്ടയോ? ജമാഅത്തെ ഇസ്ലാമിക്ക് സംശയമില്ല, ഈ വ്യവസ്ഥ മാറണം, മാറ്റണം എന്നൊരു സംശയമേയില്ല. പകരം വരുന്ന വ്യവസ്ഥ ഏതായിരിക്കണം, അതിലും ഞങ്ങൾക്ക് സംശയമില്ല. ഈ രാജ്യത്തിലെ പ്രധാനമന്ത്രി, ഈ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ കാസർകോട്ടിന്റെ തെരുവിലൂടെ പോകുമ്പോൾ തെരുവിലെ റിക്ഷ വലിക്കാരനെ തടഞ്ഞു നിർത്തി ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഈ വിദേശ നിർമ്മിത കാറിൽ സഞ്ചരിക്കാൻ താങ്കൾക്ക് എന്ത് അവകാശമെന്ന് ചോദിക്കുവാൻ ആർദ്രവമുള്ള, തന്റേടമുള്ള, ആണത്വമുള്ള, നട്ടലുള്ള, പൗരബോധമുള്ള മനുഷ്യ മക്കൾ ഈ രാജ്യത്ത് വളർന്നു വരുന്ന ആ ചോദ്യം വിനയത്തോടുകൂടി കേട്ടുത്തരം പറയുന്ന ഭരണാധികാരികളുള്ള ഒരു വ്യവസ്ഥ ഈ രാജ്യത്ത് വരണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിയോജിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിയോജിക്കാം. ഈ രാജ്യത്തിന്റെ പൊതുഖജനാവിലെ സ്വത്ത് 1 പൈസ പോലും ചെലവായാൽ, യൂഫ്രട്ടീസിന്റെ തീരത്തൊരു ആട്ടിൻകുട്ടി പട്ടിണി കിടന്ന് മരിച്ചാൽ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, വയനാട്ടിലെ വനാന്തരങ്ങളിൽ ഗംഗയുടെ തീരത്ത്, യമുനയുടെ ഓരങ്ങളിൽ മനുഷ്യ മക്കൾ പട്ടിണി കിടന്ന് മരിച്ചാൽ അള്ളാഹുവോട് ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധമുള്ള ഒരു ഭരണാധികാരികളുടെ കൈകളിൽ ഈ രാജ്യം എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പകരം വരുന്ന വ്യക്തതാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
ഈ രാജ്യത്തിന്റെ വ്യവസ്ഥ മാറണമെന്ന് പറയുന്ന ഒരു അപരാധമാണെങ്കിൽ ആ അപരാധത്തെ നെഞ്ചേറ്റ് വാങ്ങുവാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ആ ധൈര്യമില്ലാത്ത ചപ്പ് ചവറി തോഴ ചണ്ടികൾക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം. പക്ഷെ ഇതിനെതിരെ വൈഹുലരായി വിറച്ച് ഇതിനെതിരെ അലമുറയിടാതിരിക്കാനെങ്കിലും കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു തലമല്ല, വിശ്വാസം, വിചാരം, വികാരം, ആചാരം, ആരാധന, അനുഷ്ഠാനം, വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹിക ജീവിതം, സാമ്പത്തിക ജീവിതം, സാംസ്കാരിക ജീവിതം, രാഷ്ട്രീയ ജീവിതം, ഭരണ സംവിധാനം, അങ്ങനെ ജീവിതത്തിന് മുഴുവൻ മേഖലകളും അള്ളാഹുവിന് വിധേയമായി, അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവന്റെ വ്യവസ്ഥയ്ക്ക് വിധേയമായ ഒരു സമൂഹവും ഒരു വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാഷ്ട്രങ്ങളും ലോകവും ഉണ്ടാകണമെന്നാണ് അത് ആഗ്രഹിക്കുന്നത്. അത്തരമൊരു വ്യവസ്ഥയുടെ ശ്രമത്തിന് വേണ്ടിയാണ്, അത്തരമൊരു വ്യവസ്ഥയുടെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചിപ്പി, പ്രിയമുള്ളവരെ, കേരളത്തിന്റെ പെൺമക്കളെ വിദേശികൾക്ക് വ്യഭിചരിക്കാൻ കൊടുത്ത് പണമുണ്ടാക്കി തിന്നുകയും തീറ്റുകയും ചെയ്ത വ്യവസ്ഥക്കെതിരെ, കേരളത്തിന്റെ ലക്ഷക്കണക്കിന് മനുഷ്യ കുഞ്ഞുങ്ങളുടെ കണ്ണീര് കുതിർന്ന പണം തിന്നുകയും തീറ്റുകയും ചെയ്യുന്നതിനെതിരെ, ഒരു രാജ്യത്തിന്റെ സദാചാര വ്യവസ്ഥയെ കടന്നാക്രമിക്കുന്ന സാമൂഹ്യ ഘടനയ്ക്കെതിരെ, ഒരു ജനതയെ അടിച്ചമർത്തി കീഴാളരാക്കി അവിടെ നെറുകയിൽ ചവിട്ടിക്കേറി ഇന്ന് അധികാരം നടത്തുന്ന സാമൂഹ്യ ദ്രോഹ വ്യവസ്ഥക്കെതിരെ അമർഷത്തിന്റെ അഗ്നിജ്വാലകൾ അകത്തളങ്ങളിൽ കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിപ്ലവാവേശം ഹൃദയരക്തത്തിൽ അലിയിച്ചു ചേർത്ത വിശ്വാസംഗമേ, മുന്നോട്ട് മുന്നോട്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.